കുറവലങ്ങാട് ബസ് ഓടിച്ച് പോകുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ വരുന്ന വഴി മുഴുവൻ ഇങ്ങനെയുള്ള മലയും കുന്നും താഴ്വാരവുമാണ്. അപ്പൊ ഞാൻ ആലോചിക്കുക, ഇതിന്റെ ട്രെയിൻ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ അവസ്ഥ. ശരിക്കും ഇത് ട്രെയിൻ പോകുമ്പോൾ നമ്മുടെ ബസ് പോകുന്നത് പോലെ റോഡ് പോലെ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനൊരു കൃത്യം ഗ്രേഡിയന്റ് വേണം. അതായത് ഏറ്റവും മിനിമം കൊടുക്കാവുന്ന 1,500 ആണ് എന്ന് പറഞ്ഞാൽ 500 മീറ്റർ നീളം വരുമ്പോൾ 1 മീറ്റർ വരെ പൊക്കാം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച്, കുറവലങ്ങാട് തൊട്ട് ഇപ്പൊ ഈ വരുന്ന വഴികൾ മുഴുവൻ എത്ര കുന്നുകൾ ഇടിച്ചാലായിരിക്കും ഈ ഒരു ലെവലിൽ പോകാം. അപ്പൊ ഇവരുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഇടിച്ചിട്ട് ആ താഴ്ന്ന പ്രദേശത്തേക്ക് ആ മണ്ണിട്ട് ലെവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുന്ന് താഴുകയും ചെയ്യും, നമ്മുടെ നീർത്തടങ്ങൾ മറ്റേ തൂങ്ങുകയും ചെയ്യും. അപ്പൊ ഇന്ന് നമ്മള് മുണ്ടക്കയം എന്നൊരു ഭാഗത്ത് ഇന്നൊക്കെ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അവിടുത്തെ ഉരുൾപൊട്ടലിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അതായത് നമുക്കറിയാം അതിന്റെ ഉരുൾപൊട്ടലിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വെള്ളം കിട്ടിയതിനകത്ത് അതൊരു പ്രത്യേക സമയത്ത് അത് ഇപ്പോൾ ചാടുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വരുമ്പോ ഈ ഭാഗത്തൂടെ ഈ ട്രെയിൻ കടന്ന് ഈ പാളം കടന്നു പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, ഇതിന് നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് പടിഞ്ഞാട്ട് ചാഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പടിഞ്ഞാറ് ഭാഗത്ത് മുഴുവൻ വെള്ളം കിട്ടി നിന്നിട്ട് അത് നാളെ ഉരുൾപൊട്ടലായിട്ട് വന്നാൽ ആ ഒറ്റ എന്റെ പെങ്ങളുടെ വീടുള്ളൂ മുണ്ടക്കയത്ത്, അത് ഈ ഇടപ്പണി തീർന്നതേ ഉള്ളൂ. അതായത് സാധാരണ ലെവലിൽ നിന്ന് ഒരു 3 മീറ്റർ ഹൈറ്റ് കഴിഞ്ഞിട്ട ഒരു പില്ലർ കഴിഞ്ഞിട്ട് പിന്നെ അരട്ടതില്ല. ആ ഒരിക്കൽ പോലും വിചാരിച്ചിരിക്കാത്ത ആ വീടിന്റെ 2ാമത്തെ നില വരെ ഇന്ന് വെള്ളം പൊങ്ങി. എത്ര ഹൈറ്റിലാ വെള്ളം പൊങ്ങുന്നത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, നോക്കുമ്പോ തോട്ടിക്കൂടെ ഫ്രിഡ്ജും കട്ടിലും മറ്റേ കിടക്കുകളും അത് പുല്ലിങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കാൻ പോലും സാധനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ നാളെ ഈ കേരളത്തില് നമ്മുടെ കുറവലങ്ങാടില് കാട്ടാമ്പാക്ക് ഈ മുളക്കുളം ഭാഗങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഇത് തന്നെയാണ്. ഈ മഴവെള്ളം വന്നിട്ട് അതിനെ പോകാൻ വയ്യാത്ത ഇവര് ചെറിയൊരു ഹോള് അല്ലെങ്കിൽ ചെറിയൊരു കൾവേർട്ട് കൊടുത്തത് കൊണ്ട് മാത്രമേ ഈ വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോകില്ല. ഈ വെള്ളം മുഴുവൻ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് താഴ്ന്നിട്ട് നാളെ ഒരു അവസരത്തിൽ ഉരുൾപൊട്ടലായിട്ട്, അതിന് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ വേറെ പറയും, പൈപ്പിംഗ് എന്നൊക്കെ പറയും, ഞാൻ അതൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ദുരന്തമായിട്ട് മാറാൻ പോകുന്ന വലിയ സംഭവമായി നമ്മൾക്ക് ആർക്കും വിചാരിച്ചായിരിക്കാം, ആരും വിചാരിക്കാത്ത രീതിയിൽ ഭയങ്കരമായ ഒരു ഇതേപ്പറ്റി യാതൊരു സ്റ്റഡി, അതിനാണല്ലോ ഈ എൻവയോൺമെന്റ് സ്റ്റഡി ഒന്നും ഇവർ നടത്തിയിട്ടില്ല. എൻവയോൺമെന്റ് സ്റ്റഡി നടത്തിയിരിക്കുന്നത് തന്നെ തെറ്റായ ഒരു ഗ്രൂപ്പിനെ കൊണ്ടാണ്. അവർ തന്നെ അവരുടെ ഡീറ്റെയിലിൽ പറഞ്ഞിട്ടുണ്ടോ ചില സ്ഥലങ്ങളിൽ ഇത് അപായകരമാണ്. എങ്കിലും അവസാനം കൺക്ലൂഡ് ചെയ്തപ്പോൾ സർക്കാരിന്റെ നിർബന്ധത്തിൽ കാശ് മേടിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഇത് ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതറിയില്ല എന്താണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം നിയമസഭയിൽ വന്ന് പറയുന്നതേ ഉള്ളൂ. ഇന്നലെ തന്നെ നിയമസഭയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പ്രൊഫസറായി ഡിസ്കസ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. അതായത് ഇത് ബസ് ചാർജ് വരെ പറഞ്ഞതുപോലെ തെറ്റാണ്. 2.25 രൂപ ഇവര് എല്ലായിടത്തും പറയുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, 2 രൂപയെന്ന് അദ്ദേഹം പറഞ്ഞത്, 2 രൂപയെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാ അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതി കൊടുത്തതാ. ഈ പറയുന്ന ആളുകൾ, ഇതിന്റെ കേരളയിലെ ആളുകൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല, അവർ സ്റ്റഡി ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ ഇരകളായിട്ടുള്ള നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് നമ്മൾ ചെയ്യാതിരിക്കാൻ പോകുന്നത്. ഈ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ തമ്പുരാൻ നമ്മുടെ തലയിൽ വെച്ച് തന്നിട്ട് ഇതിനെ നമ്മൾ പ്രതിരോധിച്ച് ഇതിന്റെ ഡീറ്റെയിൽ മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വരും തലമുറയോട്, നമ്മുടെ കേരളത്തിൽ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്, ഏറ്റവും വലിയ ചതിയാണ്. അതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ ഭാഗത്തൊക്കെ ഞങ്ങള് പ്രൊഫസറൊക്കെ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ എല്ലാം പലയിടത്തും ഇങ്ങനെ പ്രസംഗിച്ചു പോയതാണ്, കാര്യങ്ങൾ പറഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട് നമ്മുടെ പ്രതികരണ ശേഷി ഇങ്ങനെ നഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. ഇപ്പൊ സാറൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരാളിവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇനിയെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 6 നോട്ടിഫിക്കേഷൻ ഇറക്കിയ
ഇറക്കിയത് ന്യായമായിട്ടും ഇറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. ആ 6-1 ഇവിടെ ഇറക്കിയത് മനഃപൂർവ്വമാണ്. ഈ ഇറക്കിയിരിക്കുന്ന 6-1 വെച്ചിട്ട് ഇവരുടെ ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ SIA ഒക്കെ നടത്തണമെന്നൊക്കെ വരുത്തി തീർത്ത് SIA നടത്താതെ ഇവര് നാളെ 401 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ട കല്ല് വെച്ച് നമ്മുടെ ഭൂമി പോയി കഴിയും. അപ്പൊ കാലം കൈയിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ പദ്ധതി വന്നാലുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതിന്റെ ഇരകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഈ വിലപിടിപ്പുള്ള നമ്മുടെ സ്ഥലത്തിന്റെ കല്ല് വീണ് കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട, ഇതിന്റെ വാല്യൂ ഒരു കുഞ്ഞും ഇത് വാങ്ങാൻ പറ്റില്ല. നമുക്ക് പഞ്ചായത്ത് പോലെ ബാങ്കുകളിൽ ലോൺ വയ്ക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, വീട് കെട്ടാൻ പറ്റില്ല. പിന്നെ ഇത് ഊരിയെടുക്കണമെങ്കിലോ? അപ്പോ ഇതിന് ഞാൻ പറഞ്ഞു വന്നത്, ഏതൊക്കെ രീതിയിൽ നമ്മളിത് സംഘടിച്ച് ഇവര് കല്ലിടാൻ വരുമ്പോ നമ്മൾ സംഘടിച്ച് നിന്നുകൊണ്ട് നമ്മളിത് കല്ലിടാൻ പറ്റില്ല. കാരണം നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതുവരെ ഇത് സെൻട്രൽ ഗവൺമെന്റോ അതുപോലെ തന്നെ റെയിൽവേ ബോർഡോ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യൻ റെയിൽവേ പറഞ്ഞിരിക്കുന്ന ഇവർ കൊടുത്തിരിക്കുന്ന അലൈൻമെന്റ് മാറ്റണമെന്നാ. ഈ അലൈൻമെന്റിൽ കൂടെ ട്രെയിൻ ഓടിക്കാൻ അവർ സമ്മതിക്കില്ല. സെൻട്രൽ ഗവൺമെന്റ് സമ്മതിച്ചിട്ടില്ല ഇത് ചെയ്യാൻ. അപ്പൊ അതിനൊക്കെ മുമ്പേ അവരുടെയൊക്കെ അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു, ഇത് നിങ്ങൾക്ക് ഇത് പുറകോട്ട് മേലാത്ത രീതിയിൽ കേന്ദ്രത്തിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇവരുടെ ലക്ഷ്യം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെ ശക്തമായിട്ട് ഗ്രൂപ്പായിട്ട് ഇതിനെ എതിർത്താൽ ആ എതിർപ്പിന്റെ ഭാഗം വെച്ച് വരുമ്പോൾ കേന്ദ്രം ഇടപെടും. ഇത് വേണ്ട, ചെയ്യരുതെന്ന് ചിലപ്പോൾ അവർ പറയും. അതല്ല, കല്ല് വീണ് പോയാൽ നമ്മൾ തീർന്നു. അപ്പോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ബാക്കിയുള്ളവരെ കുറിച്ച് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കൂടി ഇത് ഇറങ്ങാൻ പറയുക. നിങ്ങൾ പേടിക്കുന്നത് പോലെ ആരും നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന നമ്മുടെ പുരാതനമായ നമ്മുടെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ സ്വത്ത് നമുക്ക് സമ്പാദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ വന്നിരിക്കുന്നവര്, ആക്റ്റീവായിട്ട് വന്നിരിക്കുന്നവർ, ഇത് മനസ്സിലാക്കിയിരിക്കുന്നവര് ദൈവത്തെ ഓർത്ത് മറ്റുള്ള ആളുകളോട് ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഗ്രൂപ്പായിട്ട് ഇവിടെ നിന്ന് അന്ന് അവർ കല്ലിടാൻ വരുമ്പോ ഈ പണ്ടത്തെ പോലെ ചെയിൻ സർവേ ഒന്നും വേണ്ട, ചെയിനൊന്നും വലിച്ചോണ്ടായിരുന്നില്ല വരുന്നത്. നമുക്കറിയാം ഡ്രോൺ നിങ്ങൾക്ക് ക്യാമറ ഫോട്ടോ എടുക്കുന്ന ടൈപ്പിൽ സർവേ ഇൻസ്ട്രുമെന്റ് അതിൽ കഴിപ്പിച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പോയിന്റുകൾ നിശ്ചയിക്കാൻ പറ്റും. ആ പോയിന്റുകൾ വെച്ചിട്ട് അതായത് ഇവര് ഒരു വർഷം മുമ്പേ തന്നെ കല്ലിടാനായിട്ടുള്ള എല്ലാ ആളുകളെയും ടെൻഡർ ചെയ്ത ആളുകൾ റെഡിയാക്കി നിർത്തിയിരിക്കുക. കേരളത്തിലെ ജനങ്ങൾ ഇത് എതിർത്തില്ല എങ്കിൽ, നമ്മളിതിനെതിരെ നിന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട. കുറെ ആളുകൾ നമുക്കറിയാം, അവിടെയുള്ള കേരള കോൺഗ്രസ് മാളിക കൂടുതലാണ്. അവരെല്ലാവരും ഒരു ദിവസം ഗ്രൂപ്പ് കൂടി ജോസ് കെ മാണിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞ് റൂട്ടൊന്ന് മാറ്റിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇതൊക്കെ ചെയ്യാൻ പോയി. അപ്പൊ അവര് പറഞ്ഞു, എന്നോടൊന്ന് ചാർജോടൊന്ന് പോരാമോ? ഞാൻ കഴിയും. വന്നു 1 മണിക്കൂറോളം 2 മണിക്കൂറോളം ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. യുഡിഎഫിന് ശേഷം അതായത് യുഡിഎഫ് ഉള്ളപ്പോ നമ്മൾ കൃത്യമായി അദ്ദേഹം നമ്മളോട് സപ്പോർട്ട് ചെയ്ത ആളാണ്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം ഞാൻ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നേരിട്ട് പിണറായി വിജയനോട് പറഞ്ഞെങ്കിൽ മാത്രമേ, അദ്ദേഹത്തിന്റെ മാത്രം ഒരു സ്വപ്ന പദ്ധതിയാണ്. വേറെ ഒരു മന്ത്രിക്കോ വേറെ ഒരു ഉദ്യോഗ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിക്ക് ഇത് ആവശ്യമില്ല. ആരും ജനപ്രതി ആരെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ഒരാൾ പോലും ജനപ്രതി വേറെ പറയുന്നില്ല. കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് പറയുന്നത്. അതുപോലെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡൽഹിയിലും അവിടെയുള്ള അവര് ഡെപ്യൂട്ടേഷൻ വന്നപ്പോ ഇങ്ങോട്ട് വന്നപ്പോ നാട്ടിലേക്ക് വന്നപ്പോൾ 2.5 ലക്ഷം രൂപ 50,000 കൂടെ ഡെപ്യൂട്ടേഷൻ അനുവദിച്ചും വാങ്ങി സ്കൂളുകളിൽ ഇരിക്കാനുള്ള സാധ്യത ആഗ്രഹത്തിന് വന്നതാണ്. അവരുടെ ആഗ്രഹം പറയുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അതായത് ജോസ് കെ മാണിയുടെ അടുത്ത് ഞാൻ സംസാരിച്ച് തിരിച്ച് ഞങ്ങൾ വാങ്ങുന്നപ്പോ ഒരാൾ ചോദിച്ചു, സാർ എന്താ അദ്ദേഹത്തോട് പറഞ്ഞിട്ട്? ഞാൻ ഇതൊക്കെയാ സംഭവം. ഇതൊക്കെ എടുത്ത വായന എന്നോട് പറയുക, സാറേ നിങ്ങൾ ചത്താനും ചെയ്യരുത്. 18 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വീട് പണിത് ടൈലിടാൻ വേണ്ടി മുഴുവൻ ടൈല് വാങ്ങി വെച്ചതാ അദ്ദേഹം. അന്ന് ഓർഡർ കിട്ടി,
ഇത് ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞതിന് ശേഷം ആ ടൈല് വീട്ടിൽ ഇരിക്കുക. അത് ഇത്രയും വർഷമായിട്ട് അദ്ദേഹം ആ വീട്ടില് ആ ടൈലിടാതെ ആ വീട്ടിൽ താമസിച്ച് ഇപ്പൊ പോകാം. അപ്പൊ നിങ്ങൾ കേൾക്കുകയാണ് കഴിഞ്ഞ ദിവസം പത്രത്തില് അവർക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യാൻ പോയതറിയോ, സർക്കാരെ നിങ്ങൾ ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും നക്കാൻ പറ്റി ഞങ്ങൾ താ, എന്തെങ്കിലും ഞങ്ങൾക്ക് താ, നിങ്ങൾ ഏറ്റെടുക്കുക. ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. അതായത് വിൽക്കാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, താമസിക്കാൻ പറ്റുന്നില്ല, വീട് പണിയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും നക്കാപ്പിച്ച ഞങ്ങൾക്ക് താ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പുതിയ സംഘടന ഉണ്ടാക്കി വേദനമായിട്ട് ഇപ്പൊ നടക്കുക. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ നമ്മളിലേക്ക് വരും. ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സംഘടിച്ചേ പറ്റൂ. ഇത് നമ്മുടെ ഓരോ വ്യക്തിക്കും സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പൊ ഓരോരുത്തരും വിചാരിക്കുന്ന ഇത് വാട്സപ്പിൽ അല്ലെ പത്രത്തിലൊക്കെ നോക്കുമ്പോ എല്ലാരും അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, അവിടെ സമരം, ഇവിടെ സമരം, എന്നൊക്കെ തീരുമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ വീക്കറായിട്ടുള്ള സെക്ഷനിൽ വന്ന് കല്ലിട്ടതാണ്. എതിർത്ത് നിൽക്കുന്നത് ഒരു കല്ലിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ബാക്കിയുള്ള ആളുകളെ കൂടി സംഘടിപ്പിച്ച് ഇത് കല്ലിടാത്ത രീതിയിൽ ഇതിനെതിരെ ചെറുത്തു നിന്നില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമ്മൾ കാലാകാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വസ്തുവകകള് അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിന്റെയൊക്കെ വില ഇല്ലാതാകാൻ പോകും. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, കാരണം നമ്മൾക്ക് അടുത്ത ഭാവി പരിപാടിയെ പറ്റി കൂടുതൽ ആലോചിക്കുകയാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം, നമ്മളിത് ഞാനോ തോമസ് സാറോ ഈ പറയുന്ന ഒന്നും ഒരു തെറ്റായ രീതിയിലല്ല, അതിന്റെ രേഖകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ്. രേഖകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ തന്ന രേഖയല്ല. അതായത് നമുക്ക് DPR തന്നിട്ടില്ല. അദ്ദേഹം മന്ത്രിസഭയിലും നിയമസഭയിലൊക്കെ പറയുന്നത് സുതാര്യമാണെന്നാ പറയുന്നത്. സുതാര്യമാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടിലാണ് ഇതെല്ലാം ഉള്ളത്. കാണിച്ചു തരണ്ടേ? കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഈ തോമസ് സാറ് കഷ്ടപ്പെട്ട് വിവരാവകാശം ചോദിച്ചപ്പോ നീതി ആയോഗിൽ നിന്നും അതുപോലെ തന്നെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ഈ രേഖകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അവര് പറഞ്ഞ ഈ DPR പരിശോധിച്ചു കഴിഞ്ഞപ്പോ അവരതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ഷൻസ് കണ്ടിട്ട് അപ്പൊ ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് റെയിൽവേക്കാരുടെ ഓഫീസിൽ പോയി. അവർക്കൊന്നും അവിടെ പ്രധാനപ്പെട്ട ഓഫീസർ ഉണ്ടായില്ല, ബാക്കി ആർക്കൊന്നും അറിയില്ല. അപ്പോ ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഗൗരവം മനസ്സിലാക്കണം. അതനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമ്മൾ ശബരിപാതയിൽ ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോ അന്ന് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കൂട്ടായ്മയൊന്നും കാണില്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ തൊടേണ്ടി വരും. നമ്മൾ സ്വന്തമായിട്ട് തൊടേണ്ടി വരും. കാരണം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണയം വെക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ചെല്ലുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പിന്നെ കൂടെ വരുമോ? അപ്പൊ നാട്ടുകാർ കൂടെ നിന്ന് എതിർക്കാൻ പറ്റുന്ന സമയം ഇപ്പോഴാണ്. ഇതാണ് ആപ്റ്റായ സമയം. നിങ്ങൾ അതുകൊണ്ട് അതേ രീതിയിൽ ഇനിയും ഇവിടെ വരാത്തവരോട് നിങ്ങൾ വീട് കയറി നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവരോട് പറഞ്ഞവരെ ബോധ്യപ്പെടുത്ത്. അല്ല എങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ അവസ്ഥയിലേക്ക് ഇത് പോകും. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനേക്കാളും രീതി കുറവ്. അത് എവിടെ നിന്ന് കൊണ്ടിരുന്നു? ജപ്പാനിൽ നിന്ന് കൊണ്ടിരുന്നു. എന്തുകൊണ്ട് കൊണ്ടിരുന്നു? അവിടുന്ന് ലോൺ എടുത്തപ്പോ അവര് പറഞ്ഞ 60% അവിടുന്ന് സാധനം മേടിക്കണം. അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിലുണ്ട്, മോർഗേജ് ഉണ്ട്. അതിനാണെങ്കിൽ ഇതിന്റെ 6 ചെലവേ ഉള്ളൂ. ഈ ഹൈസ്പീഡിന്, ഈ സെമി ഹൈസ്പീഡിന് മോർഗേജ് വേണ്ട. പൂനെ നാസിക് എന്ന് പറയുന്നിടത്ത് 250 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കുന്ന ഒരു ഹൈസ്പീഡ് ഉണ്ട്, സെമി ഹൈസ്പീഡ് ഉണ്ട്. അവിടെ സ്റ്റാൻഡേർഡ് മോർഗേജ് ഉപയോഗിക്കാൻ പോണേ. ഇന്നലെ എവിടെയോ ഒരു പ്രസംഗിച്ചപ്പോ ഒരു ശാസ്ത്ര സാഹിത്യകാരൻ, ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിഡന്റ് പറയാണ്, ഇത് കേരളത്തെ വേറൊരു രാജ്യമാക്കാൻ പോവുകയാണ് പോലും. അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് വേറൊരു സാമ്രാജ്യം. അല്ലെങ്കിൽ ഇവിടുന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഈ ട്രെയിൻ കൊടുത്തിട്ട് ആരും പോകാനാ? ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാര് പറയുന്ന ഒരു വാക്കാണ്. കാരണം ചിത്രജ്ഞൻ ആലപ്പുഴക്കാരനാ. ഈ കോട്ടയത്ത് വന്നിരുന്നെങ്കിൽ ഈ കേരളിനെ കുറിച്ച് പറയാൻ എന്താ അങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷെ അത് പാർട്ടിയുടെ കാര്യങ്ങളാണ് പറയണത്. പാർട്ടി എന്താണ് തീരുമാനിച്ചേക്കണം ആ കാര്യങ്ങൾ വന്നിരുന്നെങ്കിൽ പറയണത് ഇത് തന്നെയാ. കേരളത്തെ ഭയങ്കര സംവിധാനമാക്കാൻ പോകാനാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സാറേ, ഞങ്ങള് പോയി കണ്ട സ്ഥലങ്ങളിൽ ഇപ്പം മുളക്കുളത്ത് അതുപോലെ അവിടെ ഇഷ്ടംപോലെ മാസിസ്റ്റുകാരുണ്ട്.
അല്ലേ? ഞങ്ങളുടെ പട്ടിത്താനത്ത് ഇഷ്ടംപോലെ മാർസിസ്റ്റുകാർ ഞങ്ങളുടെ പേരൂര്. ഇപ്പൊ മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് പോലും വീട് പോകുന്നവർക്കൊക്കെ ഇതിന്റെ അകത്ത് സങ്കടമുണ്ട്. പക്ഷെ അവർക്ക് മിണ്ടാനും പറ്റുന്നില്ല, പുറത്തോട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ നമ്മളല്ലാത്തവരൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഊത്ത പോലെ ഇവർ കൂടെ വരും എന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഞങ്ങളുടെ അവിടെ ഞങ്ങളൊരു ദിവസം ജാഥ വെച്ചപ്പോൾ ആ വീട് പോകുന്ന കുറെ മാർസിസ്റ്റുകാർ ഞങ്ങളോട് ജാഥയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മീറ്റിംഗ് വന്ന് സംസാരിച്ചത് അവിടുത്തെ ഏറ്റവും വലിയൊരു മാർസിസ്റ്റുകാരാണ്. അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. അപ്പോ നമ്മളൊന്ന് മുമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവരൊക്കെ വരും. ആ ഒരു താല്പര്യം നമ്മൾ കാണിക്കണം. ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുന്നപ്പള്ളിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുന്നപ്പള്ളി കാരണം ഇവിടെ ഞങ്ങളിവിടെയൊക്കെ പ്രതികരിക്കും, അത് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ തോപ്പിക്കുടി ഭാഗത്ത് അവിടെ ആകാശയിൽ ഈ അവസ്ഥയിലുണ്ടല്ലോ, ഒരു മനുഷ്യനും അവിടെ ഇറങ്ങുന്നില്ല. അല്ല, ഞങ്ങള് കുന്നപ്പള്ളിയില് നീഴൂര് ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ ഇപ്പൊ സംഘടിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വിളയങ്കോട് കുറെ ആളുകൾ സംഘടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നില്ലേ? അവിടെ ഇങ്ങോട്ട് ആളില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുന്നപ്പള്ളിയുടെ ഈ എൻഡ് വരെ ഒരു മനുഷ്യനും ഇല്ല. അവര് പറയണ വന്നോട്ടെന്നാ. അവരോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവും. വന്നോട്ടെന്ന് അവര് കേട്ടോ. ഈ പോലീസുകാരുടെ 2 പോലീസാ വലിയ അവര് ആദ്യം 2-3 പ്രാവശ്യം പലയിടത്തും നമ്മളോട്. പക്ഷെ വേറെ ആ പോലീസ് സാറ് അവര് വേണ്ട, ആ പോലീസ് സാറിന്റെ സൈഡിൽ കൂടെ പോണെ. അദ്ദേഹം പക്ഷെ വളരെ സ്ട്രോങ് ആണ്, അതിനെതിരാണ്. പക്ഷെ അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ അല്ല അവൻ വേണ്ട. ഞാൻ അതിന്റെ അപ്പുറത്തോട്ട് പുള്ളിയുടെ ഫാദർ വരുന്നു. ഫാദർ നമ്മുടെ യോഗത്തിലൊക്കെ വരുന്നുണ്ട്. പുരാജാനൊക്കെ ഇടയ്ക്ക് വരും. ഞങ്ങൾ ഒരുപാട് മരനടാനായിട്ട് ചെന്ന് കഴിഞ്ഞു. ഭാര്യനെ ചെടി നടാൻ വേണ്ടിയിട്ട് മരം നടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞു. പുള്ളി നിൽക്കുക, ഭാര്യയും കൂടി കൊച്ചും വന്നത്. അത് മാറ്റി ജോലിക്കാരനല്ല, ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വയം അതിന് ഈ സൗണ്ട് കേൾക്കാത്ത വിധത്തിൽ സൗണ്ട് പ്രൂഫ് ആക്കുക ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോവുക. ഞങ്ങൾ ചെലവ് പൈസ ഞങ്ങൾ തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആളുകൾ മുഴുവൻ ഒഴിഞ്ഞു പോയി, സ്വയം പൈസ ഇവർ കൊടുത്ത് ഒഴിഞ്ഞു പോയി. നമുക്കിതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ പോകുന്നവര് സ്ഥലം പോകുന്നവർ രക്ഷപ്പെടും, വേറെ സ്ഥലത്തേക്ക് പോകും. അവിടെ കിടക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടാകാൻ പോകുന്നത്. ഇത് ഇന്ന് വരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ആർക്കാ കുഴപ്പം? സർക്കാരും പുറത്തുവിട്ടിട്ടില്ല, ആൾക്കാർക്ക് മനസ്സിലായി. 25 മീറ്റർ വരെ ആകർഷണശക്തി ഉണ്ടാവും. 40 മീറ്റർ ആണ് ഏത് റെയിൽവേ ലൈനിലും എടുക്കുന്നത്. 40 മീറ്റർ, അതായത് 135-150.